ജാസ്മിൻ എന്ന് പറയുന്ന പെങ്കൊച്ചിന് തലയ്ക്ക് അഹങ്കാരം പിടിച്ചിട്ട് വെളിവും വെള്ളിയാഴ്ചയും നഷ്ടപ്പെട്ട് ആരോട് എന്ത് പറയണം, എവിടെ ഇരുന്ന് എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും ഒരു ബോധവും ഇല്ലാണ്ട് ബിഗ് ബോസിൽ കയറിയിരുന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഈ കൊച്ചിന് 10-23 വയസ്സ് കൊണ്ട് എന്തൊക്കെയോ ആയി, ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ ചുമലിലേറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പുകഴ്ത്തി വിട്ടിരിക്കുന്നതിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്തെവിടെ പറയണമെന്ന് ഒരു ബോധവുമില്ല. ജാസ്മിൻ്റെ ഒരു വിചാരമുണ്ട്, എനിക്ക് ഭയങ്കര കഴിവാണ് മറ്റുള്ളവരുടെയൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കാനെന്ന്. ജാസ്മിൻ കുറേ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിലല്ല, നമ്മൾ അർത്ഥവത്തായിട്ട് കോൺവെർസേഷൻ നടത്തുന്നതിലാണ്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അവർ പറയുന്നത് കേട്ടതിന് ശേഷം കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നതിലാണ് ഒരു കഴിവിരിക്കുന്നത്. അല്ലാതെ കുറേ കിടന്ന് അലച്ച് ഒരു പ്രായത്തിന് പോലും ബഹുമാനം കൊടുക്കാണ്ട് ചുമ്മാ അയാൾ പോടോ, താൻ ആരോടോ, മറ്റവനെ മറിച്ചവനെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് ആ പെങ്കൊച്ചിന് തന്നെ ഒരു ബോധവുമില്ല. നമ്മൾ ആ പ്രമോയിൽ കണ്ടതുപോലെ ഗബ്രിയുടെ കാര്യം പറഞ്ഞാണ് ആ വഴക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗബ്രിയെ ജാസ്മിന് മിസ് ചെയ്യുന്നു. ഇത്രയും ദിവസം ഗബ്രിയെ ജാസ്മിന് മിസ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസ്, വെളിയിൽ പോയ കണ്ടസ്റ്റൻസ് ഒക്കെ ഉടനെ തന്നെ വീടിനകത്തോട്ട് വരുമെന്നുള്ള കാര്യം ഇവർക്കറിയാം. അത് എല്ലാ സീസണിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഗബ്രിക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ, അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ജാസ്മിൻ എടുത്ത് ചുമ്മാ അങ്ങ് തള്ളി വിടുമോ, എനിക്കിപ്പോൾ ഗബ്രിയെ മിസ് ചെയ്യുന്നു. അപ്പം ജിൻഡോ കറക്റ്റായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പറയുന്നത്, നീ അത് അങ്ങനെയൊന്നും പറയണ്ട, ഇപ്പം നീ നല്ല അത്യാവശ്യം നന്നായിട്ട് കളിച്ച് പോകുന്നുണ്ട്, സോ നീ ഗബ്രിയുടെ കാര്യം പറഞ്ഞ് നീ നെഗറ്റീവ് പിടിച്ച് പറ്റണ്ടെന്ന് വളരെ നല്ലൊരു ഉപദേശമാണ് ജിൻഡോ കൊടുത്തത്. അതും വളരെ എന്താ പറയുക, കളിയാക്കുന്ന രീതിയിലൊന്നുമല്ല, ഒരു തമാശ, ജസ്റ്റ് ഒരു തമാശ. പക്ഷേ ഈ പെങ്കൊച്ച് അതങ്ങ് കയറി പിടിച്ച് വലിച്ച് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞ ജിൻഡോയെ. ഇതിന് ഒരു ബോധവുമില്ലേ. ബിഗ് ബോസ് മാക്സിമം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ ഒരു സഹകരണവുമില്ലാണ് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ. ബിഗ് ബോസ് ഒരുപാട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ജാസ്മിന്റെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ബിഗ് ബോസ് ജാസ്മിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിന്റെ കയ്യിരിപ്പ് കൊണ്ട് ജാസ്മിൻ വെളുക്കുന്നില്ല. എന്തോ പറയാനാ, ജാസ്മിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ സ്വന്തം തന്ത വരെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് പറഞ്ഞാണ് ഇത് ശരിയാവില്ല, ഇത് മുമ്പോട്ട് പോവില്ല എന്ന്. ആ വ്യക്തിനെ ഞാൻ തന്തയെന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞതല്ല, പുള്ള മകൾ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞതാണ് തന്ത എന്നുള്ള കാര്യം. അപ്പം അത് പറഞ്ഞ് എന്നെ പൊങ്കാലിടാൻ വരണ്ട ജാസ്മിൻ ഫാൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യം ഇവരുടെ കോംബോ മോശമാണെന്ന് അറിഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ബിഗ് ബോസിന്റെ കൈയും കാലം പിടിച്ചോ എന്തോ ഭീഷണിയൊക്കെ മുഴക്കി ബിഗ് ബോസിനോട് ഒരു കോൾ വിളിക്കുന്നു, മോളെ ഇത് ശരിയല്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അന്ന് ആ ഒരു ദിവസം ജാസ്മിനോട് കിടന്ന് ബഹളം, അയ്യോ ഞാൻ കമ്മിറ്റഡ് അടേ, എന്നെ അങ്ങനെ ഒന്നും പറയല്ലേ, മറ്റേ മത്സരം പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അതിനുശേഷം വൈൽഡ് കാർഡ് വന്നിട്ട് അവരും പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്കിത് മോശമാണ്, ഇത് ശരിയല്ല, വെളിയിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടും ജാസ്മിൻ അത് ഉൾക്കൊള്ളുന്നില്ല. അതിനുശേഷം അച്ഛനും അമ്മയും വന്ന് പറയുന്നു, ഇതൊന്നും പറ്റില്ല, ഇത് മോശമാണ്, മറ്റേ മത്സരം പറഞ്ഞ് ഈ പെങ്കൊച്ചിന്റെ തലയിലോട്ട് കയറുന്നില്ല. ഇതിന്റെ തലയിൽ അഹങ്കാരം ഇങ്ങനെ മൂത്ത് പെരുകി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഇത്രയും ചീത്തപ്പേര് അല്ലെങ്കിൽ ഇത്രയും ഒരു മോശം അവസ്ഥ വിളിച്ചു വെച്ചതിന് ജാസ്മിൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് പുറത്തോട്ടിറങ്ങുമ്പോൾ എന്താകും, ഒരു നല്ലൊരു ലൈഫ് നമുക്ക് പുറത്ത് വേണ്ടേ. ഈ അകത്ത് ഈ 100 ദിവസം, ഇനി കുറച്ച് ദിവസം കൂടി 10-20 ദിവസം, അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ലൈഫ് അല്ലെങ്കിൽ നല്ല ആളുകൾ നിങ്ങൾ നല്ല രീതിയിൽ കാണണ്ടേ. ജാസ്മിൻ കുറച്ച് മുമ്പ് ലൈവിൽ നിന്ന് പറഞ്ഞതുപോലെ തലയിൽ മുണ്ടിട്ടുണ്ടിറങ്ങിയാലും നിങ്ങളെ ആളുകൾ തിരിച്ചറിയും. എൻ്റെ പൊന്നു കൊച്ചെ, കുറച്ചൊക്കെ അച്ഛൻ്റെ പ്രായം കൂടിയില്ലേ, കുറച്ചൊക്കെ ഒരു ബഹുമാനം മറ്റൊരാൾക്ക് കൊടുക്കാം. അത് ആർക്കാണ്.